മുഖത്ത് നോക്കാതെ പോലും കേന്ദ്ര കമ്മിറ്റിയിലുള്ളവർക്ക് പോലും ഒരു വിമർശനം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? അല്ല, ഞാൻ അതിന് നേരത്തെ എല്ലാവരും പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്. ഒരു സാമുദായിക പ്രീണനം നടത്തിയത് കൊണ്ടാണ് LDF പരാജയപ്പെട്ടതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ കമ്മിറ്റിയിൽ അത്തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങളെ പ്രീണനം ചെയ്യുക, ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളായിട്ട്. ഇപ്പോൾ സപ്ലൈകോയെക്കുറിച്ച് പറഞ്ഞു, ഞാനും ആ നിയോജകമണ്ഡലത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഭക്ഷ്യ വകുപ്പ് മന്ത്രി എല്ലാവരോടും മിണ്ടുന്ന ആളാണ്, എല്ലാവരോടും സ്നേഹമുള്ള ആളാണ്. ഓക്കെ, എല്ലാവരോടും മിണ്ടിയിട്ട് കാര്യമില്ലല്ലോ. സപ്ലൈകോയിൽ ഒരു പൊതുജനത്തിന്റെ അടിസ്ഥാന വിഷയമായ ഭക്ഷണ സാധനം വേണം എന്നുള്ളത് അതിന് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ചെന്നിരുന്ന അതേ ജനങ്ങൾ ഇപ്പൊ ചെല്ലുമ്പോൾ അവിടെ സാധനമില്ല. അപ്പൊ സാധനമില്ലാത്ത ഒരാളോട് സ്നേഹം കാണിച്ചിട്ട് എന്ത് കാര്യമാണ്? സാധനം മേടിക്കാൻ വന്ന ആളിനോട് ചിരിച്ച് തോളിത്തിട്ട് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ്? അയാൾക്ക് സാധനം കൊടുക്കണം. അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ, അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ജാതി മത സംഘടനകളുടെ ഒരു പ്രീണനം കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ള കോക്കസിൽ നിന്ന് നിങ്ങൾ ചർച്ച മാറ്റി പൊതുജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക. യുവജന സംഘടനകൾ DYFI SFIയും കടന്നു വരിക. നിങ്ങൾ ഈ പൊതുജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ നിങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ചർച്ച ഇങ്ങനെയാണോ മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും UDFിനൊക്കെ തന്നെ വളരെ എളുപ്പമായിരിക്കില്ലേ കാര്യങ്ങൾ? എളുപ്പമായിരിക്കാം, കാരണം എളുപ്പമായിരിക്കാം. അതിന് ഞങ്ങൾ ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ ഞങ്ങൾ ഈ വിജയത്തെ ഒരു ത്രസിപ്പിക്കുന്ന വിജയമായൊന്നും ഞങ്ങൾ കാണുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ളത് ഞാൻ കാണുന്നില്ല. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ തന്നെ നമ്മുടെ വിജയമൊക്കെ നെക്ക് ആൻഡ് നെക്ക് വിജയമാക്കിയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ സംഘടനാപരമായ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളത് ഞാനടക്കമുള്ളവർ മനസ്സിലാക്കിയ കാര്യമാണ്. അത് ഞങ്ങളൊക്കെ വിലയിരുത്തുന്നതുമാണ്. ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഞങ്ങളിത് വിലയിരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ സംഘടനാപരമായി ഞങ്ങൾ കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട സാഹചര്യം ഇതിനകത്ത് വരും. ആ പാർട്ടിക്കകത്ത് ഒരുപാട് യുവാക്കൾ ഇനി കടന്നു വരും. യുവാക്കൾ രംഗത്തോട്ട്, കോൺഗ്രസ് പാർട്ടിയിലോട്ട് ഒരുപാട് യുവരക്തങ്ങൾ കടന്നു വരും. അവരുടെ ഒരു നേതൃത്വത്തിൽ ഒരു പുതിയ തലമുറ ഇതിനകത്ത് വന്ന് പൊതുജനങ്ങളുടെ വിഷയങ്ങളും യുവാക്കളുടെ വിഷയങ്ങളും വിദ്യാർത്ഥികളുടെ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിനെ എല്ലാ മേഖലയിൽ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.